കോട്ടയം ജില്ലയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏകദേശം 1500 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. കോട്ടയം നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ മാറി തിരുവാർപ്പ് പഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാർപ്പിൽ സ്ഥിതി ചെയ്തിരുന്ന ചതുർബാഹുവായ കൃഷ്ണവിഗ്രഹത്തെ വില്ലുമംഗലം തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും പൂജാക്രമങ്ങളുമാണ് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേത്. ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും കോട്ടയത്തെ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനാണ്. ആലീലത്തേരിൽ ആലോലലോലം നീ വരൂ, ആന്തോളികാലം കൃതനേ ആനന്ദലീലാലോലമെൻ ചാരേ നീ വരൂ. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും അശുദ്ധി ഏൽക്കാത്ത ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട്. ഗ്രഹണ സമയത്തു പോലും ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും മുടക്കം വരുത്താറില്ല. തിരുവാർപ്പിൽ എന്നും പുലർച്ചെ 2-നാണ് നട തുറക്കുന്നത്. കംസ നിഗ്രഹത്തിന് ശേഷം വിശന്നു വലഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണനാണത്രേ തിരുവാർപ്പിലെ പ്രതിഷ്ഠ. പടിഞ്ഞാറേക്കാണ് ദർശനം. ഒരിക്കൽ വളരെ നേരം നീണ്ടുനിന്ന ഒരു ഗ്രഹണ സമയത്ത് പൂജ മുടങ്ങിയെന്നും പിന്നീട് നട തുറന്നപ്പോൾ ഭഗവാന്റെ അരയിലെ കിങ്ങിണി അരിഞ്ഞാണം അഴിഞ്ഞ് കാൽക്കൽ കിടക്കുന്നതുമാണ് കണ്ടത്. ഇത് സംബന്ധിച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് നിവേദ്യം ഒരിക്കൽ പോലും മുടങ്ങാൻ പാടില്ലെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം ഇവിടുത്തെ പൂജകൾക്കോ നിവേദ്യത്തിനോ മാറ്റം വരുത്തിയിട്ടില്ല. ക്ഷേത്ര ചടങ്ങുകൾക്കൊന്നിനും നേരമാറ്റം പാടില്ലെന്നാണ് അന്നത്തെ പ്രശ്നചാർത്തിൽ എഴുതിയിരുന്നത്. എല്ലാ ദിവസവും പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ പള്ളി ഉണർത്തൽ. 12 തവണ ശംഖ് വിളിച്ചാണ് ഭഗവാനെ ഉണർത്തുന്നത്. ഒരുപക്ഷെ ഭാരതത്തിലാദ്യം അല്ലെങ്കിൽ ലോകത്തിലാദ്യം നട തുറക്കുന്നത് തിരുവാർപ്പിലായിരിക്കും. ഗുരുവായൂർ കൃഷ്ണനാട്ടം കണ്ട് ഉറങ്ങുന്ന ഭഗവാൻ തിരുവാർപ്പിൽ ഉണരുന്നു എന്നാണ് വിശ്വാസം. ഭഗവാൻ തിരുവാർപ്പിൽ ഉണർന്നതിന് ശേഷം പള്ളി ഉണർത്തലൊക്കെ കഴിഞ്ഞ് നിർമാല്യത്തിന് ശേഷം വിഗ്രഹത്തെ ജലസ്നാനം ചെയ്ത് കുളിപ്പിച്ചതിന് ശേഷം തല മാത്രം തോർത്ത് കയ്യേലിട്ട് ഒഷ നേദിക്കുന്നൊരു ചടങ്ങുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ മലർനേദ്യമോ ഒന്നും നട തുറക്കുമ്പോഴുള്ള മലർനേദ്യമോ ഒന്നും തിരുവാർപ്പിലില്ല. ഒഷയാണ് തിരുവാർപ്പിൽ ആദ്യം നേദിക്കുന്നത്. അത് ആ ഒഷ ഉണ്ടാക്കുന്ന വാർപ്പോടുകൂടി മേൽശാന്തിയും കീഴ്ശാന്തിയും ഒഷ പിടിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത്. വിശപ്പ് അധികമുള്ള ഭഗവാനാണെന്നാണ് വെപ്പ്. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ കംസ നിഗ്രഹത്തിന് ശേഷം തൻ്റെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിൽ വന്ന് കാണുന്ന പ്രതിഷ്ഠാസങ്കല്പമാണ് തിരുവാർപ്പിലെന്നാണ് താന്ത്രിക വിധിപ്രകാരം അല്ലെങ്കിൽ ഐതിഹ്യപ്രകാരം പറയപ്പെടുന്നത്. അപ്പം തിരുവാർപ്പിൽ ഭഗവാൻ കാരാഗ്രഹത്തിലെത്തുമ്പോൾ അമ്മയോട് പറയുകയാണ്, അമ്മേ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, ഉണ്ണി കുളിച്ചിട്ട് വരൂ, ഞാനിവിടെ തയ്യാറാക്കി വെക്കാമെന്ന് പറയും. അപ്പോൾ കാരാഗ്രഹത്തിൽ അന്ന് ലഭ്യമായിരുന്ന വളരെ ചുരുക്കം ചില വസ്തുക്കൾ, അതായത് അരി, നെയ്യ്, കൊട്ടത്തേങ്ങ, കദളിപ്പഴം, ശർക്കര, ഈ 5 വസ്തുക്കൾ ചേർന്നാണ് ഒഷ തയ്യാറാക്കുന്നത്. 2-ന് പള്ളി ഉണർത്തൽ കഴിഞ്ഞാൽ 2:30-ന് നിർമാല്യ ദർശനം, 3:30-ന് അഭിഷേകവും തുടർന്ന് ഉഷനിവേദ്യവും നടക്കും. 8:15-ന് പന്തീരടി പൂജ, 11-ന് നവകാഭിഷേകം കഴിഞ്ഞ് 12:15-നാണ് ഉച്ചപൂജ. വൈകിട്ട് 5-നാണ് നട തുറക്കുന്നത്. സൂര്യന്റെ അയനം ആസ്പദമാക്കിയാണ് പൂജകളുടെ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവകാലത്ത് ഉത്സവബലി പതിവാണ്. എന്നാൽ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഉത്സവബലി നടത്താറില്ല. ഇതിനു പകരമായി ഉത്സവത്തിന് ശ്രീഭൂതബലി പതിവുണ്ട്. കൊടിയേറി കണി കാണണം എന്നാണ് തിരുവാർപ്പിലെ ക്ഷേത്രാചാരം. മേടമാസത്തിൽ 10 ദിവസത്തെ ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഉത്സവ സമയത്ത് ഗുരുവായൂരിലേതുപോലെ ആനയോട്ടം നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. നമസ്കാരം, ഞാൻ ഹരി നമ്പൂതിരി, തിരുവാർപ്പ് ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. പെരുന്തമൃത് പൂജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിശേഷമായിട്ടുള്ള പൂജ
ഈ കൊടിയേറ്റ് ദിവസം നടക്കുന്നുണ്ട്. അത് 3 ക്ഷേത്രങ്ങളിൽ മാത്രമേ ആകെ ഉള്ളൂ. 3 ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രം, തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. ഈ 3 ക്ഷേത്രത്തിലാണ് ഈ പെരുന്തമൃത് പൂജ നടക്കുന്നത്. അതും ഈ കൊടിയേറ്റ് ദിവസം ഇവിടെ നടക്കും. കൂടാതെ പിന്നെ 19-ാം തീയതി 5-ാം പുറപ്പാടിൻ്റെ അന്ന് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത് അന്ന് മുതലാണ്. അന്ന് മുതൽ എല്ലാ ദിവസവും പുറപ്പാടുകളുണ്ടാവും. പിന്നെ ആറാട്ട് ദിവസം അതുപോലെ ഇറക്കി പൂജകൾക്ക് ശേഷം ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു കയറി പിറ്റേ ദിവസമാണ് കൊടിയിറക്ക് നടക്കുക. ചാന്ദ്രശീതളമാകും വെൺചന്ദന കൂട്ടിനാൽ ഗോപിയണിയിച്ചൊരുക്കാം നന്ദകുമാര നെറ്റിയിൽ കുറി വരയ്ക്കാം. 12 വിളക്ക് അല്ലെങ്കിൽ വിളക്കെടുപ്പ് എന്ന ചടങ്ങ് വളരെ പ്രശസ്തമാണ്. 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അഷ്ടമിരോഹിണി ദിവസവും ഇവിടെ പ്രത്യേക പൂജകൾ പതിവുണ്ട്. ഞായർ, വ്യാഴം ദിവസങ്ങൾ പ്രാധാന്യമുള്ളവയാണ്. ഇവിടുത്തെ പ്രധാന നേദ്യം ഉഷപായസമാണ്. ഇതോടൊപ്പം പാൽപായസം, നെയ്പായസം, അപ്പം എന്നിവയും വഴിപാടായി ലഭിക്കും. പ്രത്യേക വഴിപാടായ ചതുശതവും സമർപ്പിക്കാറുണ്ട്. തിരുവാർപ്പിലെ കണ്ണനെ കണ്ടുവണങ്ങി ഭക്തിയുടെ പാൽപായസവും നുകർന്ന് ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.